നമസ്കാരം. പിണറായി സർക്കാരിൽ കയറി കളിക്കാനിതാ മോദിക്കൊരു വജ്രായുധം കിട്ടിയിരിക്കുന്നു. കേന്ദ്രമന്ത്രിസഭയിലും കേരള മന്ത്രിസഭയിലും അംഗങ്ങളുള്ള പാർട്ടിയായിട്ട് JDS എന്ന് പറയപ്പെടുന്ന പാർട്ടി ഉണ്ടാകുന്നു. കൃഷ്ണൻകുട്ടിക്കും മാത്യു ടി തോമസിനും MLA പദം നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കാരണം ഇടതുപക്ഷത്തിന് തലവേദനയായി JDSന്റെ കുമാരസ്വാമി വഴി പിണറായിയെ അടിക്കാൻ മോദിക്കൊരു വടി കിട്ടിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി കേന്ദ്രം പറയും പിണറായി അതിനനുസരിച്ച് തുള്ളേണ്ട ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നു. അധികാര കസേര പിടിക്കുവാൻ ഘടകകക്ഷികൾക്ക് വാതിൽ തുറന്നിട്ട പിണറായി അറിഞ്ഞില്ല പണി ഇങ്ങനെ പാലും വെള്ളത്തിൽ കിട്ടുമെന്ന്. പിണറായിക്ക് കണ്ടകശനി JDSന്റെ രൂപത്തിൽ എത്തിയിരിക്കുന്നു. മോദി സർക്കാരിലും പിണറായി സർക്കാരിലും JDSന്റെ മന്ത്രിമാരുണ്ട് എന്നുള്ളതാണ്. കുമാരസ്വാമി ഒന്ന് പിടിമുറക്കിയാൽ ഇടതുപക്ഷത്തിന് തീപിടിക്കുമെന്നുള്ളത്. കേന്ദ്രമന്ത്രിസഭയിലും കേരള മന്ത്രിസഭയിലും അംഗങ്ങളുള്ള പാർട്ടിയായിട്ട് JDS മാറിയിരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ടായിരിക്കുന്നു. പരിഹാസം ഒരു വഴിക്ക് MLA-മാർ മറുകണ്ഠം ചാടുമോ എന്നുള്ള പേര് മറ്റൊരു വഴിക്ക്. ഇതിലും ഗതികെട്ട ഒരു പാർട്ടി ഈ ലോകത്ത് വേറെ ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. JDSന്റെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച കുമാരസ്വാമി മോദി സർക്കാരിൽ മന്ത്രിയാണ്. കേരളത്തിൽ അതേ JDSന്റെ ചിഹ്നത്തിൽ മത്സരിച്ച K. കൃഷ്ണൻകുട്ടി എന്ന് പറയപ്പെടുന്നത് വൈദ്യുതി മന്ത്രി, ഇടതുമുന്നണി പിണറായിയുടെ മന്ത്രിസഭയിൽ മന്ത്രിയാണ്. JDSന്റെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും ഇടതുമുന്നണിയുടെ ഭാഗം. ഈ രാഷ്ട്രീയ കൗതുകത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെ നേരിടും എന്നതാണ് ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യമെന്ന് പറയുന്നത്. JDSന്റെ ദേശീയ നേതൃത്വം കുമാരസ്വാമിയുടെ കൈകളിലാണ് ഒതുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ അംഗങ്ങൾ JDSുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചാൽ അയോഗ്യതാ ഭീഷണിയിലേക്ക് വരും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കൃഷ്ണൻകുട്ടിക്കും മാത്യു ടി തോമസിനും MLA പദം നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതെല്ലാം കേരളത്തിലെ ഇടതുപക്ഷത്തിന് തലവേദനയായി മാറുന്നു എന്നുള്ളതാണ്. BJP മുന്നണിക്കെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്ന് പറയപ്പെടുന്നത്. BJPയുമായി കൂട്ടുകൂടുന്നവരെ അകറ്റി നിർത്തുന്ന ഒരു പാർട്ടി. എന്നാൽ കേന്ദ്രത്തിൽ BJPയെ പിന്തുണയ്ക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയെ പിണറായി സർക്കാരിൽ ഉൾപ്പെടുത്തേണ്ടിയും വരുന്നു എന്നുള്ളതാണ് വിരോധാഭാസം. നേരത്തെ ദേശീയ തലത്തിൽ JDS എന്ന് പറയപ്പെടുന്ന സ്വതന്ത്ര നിലപാടെടുത്തിരുന്ന ഒരു പാർട്ടിയായിരുന്നു. BJPയെ തള്ളിപ്പറയുന്ന ഒരു പാർട്ടിയായിരുന്നു. ഈ ഘട്ടത്തിലാണ് കേരളത്തിലെ JDSനെ ഇടതുപക്ഷത്ത് ചേർത്ത് നിർത്തിക്കൊണ്ട് ഒപ്പം സഞ്ചരിച്ചത്. മാത്യു ടി തോമസിനെ മന്ത്രിയാക്കുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ കർണാടകയിൽ JDSന്റെ ശക്തിക്ഷയം കാര്യങ്ങൾ മാറ്റിമറിച്ചു എന്നുള്ളതാണ്. അധികാരത്തിനായിട്ട് BJPക്കൊപ്പം കുമാരസ്വാമി ചേരുകയായിരുന്നു. മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയും ഇതിനെ അംഗീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. സോഷ്യലിസ്റ്റ് അംഗങ്ങൾ മാറിപ്പോകുന്നതേ NDAയിൽ കക്ഷിയാവുകയും ചെയ്തു. ഇതോടെ തന്നെ കേരളത്തിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ്. ഇടതുപക്ഷത്ത് വലിയ ചർച്ചകൾ നടത്തി. എന്നാൽ മാത്യു ടി തോമസിനെയും കൃഷ്ണൻകുട്ടിയെയും കൈവിടേണ്ടത് ഇല്ല എന്നതായിരുന്നു CPM എന്ന് പറയപ്പെടുന്ന വലിയേട്ടൻ്റെ തീരുമാനം. എന്നാൽ കുമാരസ്വാമി മന്ത്രിയായതോടെ പ്രതിസന്ധി CPMന് മുമ്പിൽ പുതിയ തലത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇതിനെ മറികടക്കാൻ സംസ്ഥാന പാർട്ടി രൂപീകരിച്ച് കേരളത്തിലെ നേതൃത്വം ഇടതുപക്ഷത്ത് തുടരുകയാണ് അടുത്ത പോംവഴി. എന്നാൽ MLA-മാരായിട്ടുള്ള കൃഷ്ണൻകുട്ടിക്കും മാത്യു ടി തോമസിനും ഈ പാർട്ടിയുടെ ഭാഗമായി ഉടൻ മാറാൻ കഴിയില്ല എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. സംസ്ഥാന പാർട്ടി രൂപീകരിക്കുവാൻ ഒരുങ്ങുകയാണ് JDS എന്നുള്ള പറയുന്നത്. ജനതാദൾ എസ് അതിൻ്റെ നീക്കം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. പാർട്ടി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അന്തിമ തീരുമാനത്തിനായിട്ട് ഇപ്പോൾ സംസ്ഥാന നേതൃയോഗം വിളിച്ചിരിക്കുകയാണ്. ഈ മാസം 18-ാം തീയതി തിരുവനന്തപുരത്ത് വച്ച് അങ്ങനെ ഒരു സംസ്ഥാന നേതൃയോഗം ചേരുകയാണ്. JDS NDA സർക്കാരിൻ്റെ ഭാഗമായതോടെയാണ് സംസ്ഥാന നേതൃത്വം പുതിയ പാർട്ടി രൂപീകരിക്കുവാൻ വേണ്ടി തീരുമാനമെടുക്കുന്നത്. JDSന് ദേശീയ നേതൃത്വവുമായി ബന്ധമില്ലെന്ന് സംസ്ഥാന ഘടകം നേരത്തെ തന്നെ പലവട്ടം ഇതുമായി ബന്ധപ്പെട്ടിട്ട് വ്യക്തമാക്കുകയുണ്ടായിരുന്നു. സാങ്കേതികമായി ഇപ്പോഴും ദേശീയ പാർട്ടിയുടെ ഭാഗമാണ് കേരളത്തിലെ ഈ പാർട്ടി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. JDSന്റെ കേരള ഘടകമായി LDFൽ തുടരാനാകില്ല എന്ന് തന്നെയാണ് CPM ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കാരണം ദേശീയ നേതൃത്വമായി സാങ്കേതികമായി ബന്ധം പുലർത്തുന്ന അല്ലെങ്കിൽ ബന്ധം നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ് JDS. അതുകൊണ്ട് തന്നെ ഇത് മുന്നണിയിൽ തടസ്സമായി മാറും. കർണാടകയിലെ പ്രജ്വൽ രേവണ്ണ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാർട്ടി രൂപീകരണത്തെക്കുറിച്ച് JDS സംസ്ഥാന ഘടകം ആലോചിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അപ്പോഴാണ് പുതിയ വിവാദം വരുന്നത്. ഈ വിവാദം പാർട്ടിക്കേൽപ്പിച്ച കളങ്കം തന്നെ വലുതാണ് എന്നുള്ള നിഗമനത്തിലാണ് സംസ്ഥാന നേതൃത്വം മുന്നോട്ട് പോകുന്നത്. രേവണ്ണയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ സംസ്ഥാന പാർട്ടി രൂപീകരിച്ച് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനാണ് ഇപ്പോൾ നേതൃത്വത്തിൻ്റെ ഒരു പുതിയ തീരുമാനം ഉണ്ടാകുന്നത്. ഇതിനിടെയാണ് കുമാരസ്വാമി ഇപ്പോൾ കേന്ദ്രമന്ത്രിയായത്. MLA മാത്യു ടി തോമസും മന്ത്രി K. കൃഷ്ണൻകുട്ടിയും കൂറുമാറ്റ നടപടി ഉള്ളതിനാൽ തന്നെ പുതിയ പാർട്ടിയിൽ അംഗത്വം എടുത്തേക്കില്ല. അതായത് സംസ്ഥാനത്ത് രൂപീകരിക്കുന്ന പുതിയ പാർട്ടി. ഇടതുമുന്നണിയിലെ ചെറുപാർട്ടികൾ ഒറ്റപ്പാർട്ടിയായി മാറണമെന്ന നിർദ്ദേശം കൂടി ഈ ചർച്ചയിൽ ഉണ്ടാകുന്നുണ്ട്.
ജനതാദൾ എസ്, NCP, കേരള കോൺഗ്രസ് ബി, RSP, ലെനിനിസ്റ്റ് പാർട്ടി, ഈ പാർട്ടികളുടെ ലയനമാണ് പരിഗണനയിലുണ്ടാവുക. ഇവർ ഒരുമിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞു. ഇതിനായിട്ട് ജനതാദൾ എസ്, NCP നേതൃത്വങ്ങൾ ഇപ്പോൾ തന്നെ പ്രാഥമിക ചർച്ചകൾ നേരത്തെ തന്നെ തുടങ്ങുകയും ചെയ്തിരുന്നു. അതിനിടെയാണ് JDSന്റെ കേരള ഘടകം അഖിലേഷ് യാദവ് നേതൃത്വം നൽകുന്ന സമാജ്വാദി പാർട്ടിയിൽ, അതായത് SP-യിലേക്ക് ലയിച്ചേക്കും എന്നുള്ള സൂചനകൾ എത്തുന്നത്. ലയനത്തിന് ഈ സമാജ്വാദി പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള അഖിലേഷ് യാദവ് ഇപ്പോൾ പച്ചക്കൊടി വീശിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ട് പോകാം, അതിൽ കുഴപ്പമൊന്നുമില്ല. ദേശീയ തലത്തിൽ BJPയുമായി കൈകോർത്ത HD കുമാരസ്വാമിയുമായിട്ടുള്ള ബന്ധം അവർ അവസാനിപ്പിച്ച് മുഖം സംരക്ഷിക്കുവാനാണ് ഇതിലൂടെ സംസ്ഥാന ഘടകം ആലോചിക്കുന്നത്. സംസ്ഥാനത്ത് JDS LDFിലും സമാജ്വാദി പാർട്ടി UDFിന് പുറത്തുനിന്നും പിന്തുണ നൽകുന്ന കക്ഷികളാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. JDS പാർട്ടിയിൽ ലയിക്കുന്നതിനെ സ്വാഗതം ചെയ്യാൻ പാർട്ടി ദേശീയ അധ്യക്ഷനായിട്ടുള്ള അഖിലേഷ് യാദവ് സമാജ്വാദി പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ട് പാർട്ടികളും ഇരുമുന്നണികളുടെ ഭാഗമാണ് എന്നതാണ് നിലവിലെ ഏറ്റവും വലിയ പ്രശ്നം. LDFിലുമുണ്ട്, UDFിലുമുണ്ട്. പക്ഷേ ഉത്തർപ്രദേശിൽ കോൺഗ്രസുമായിട്ടുണ്ടായിട്ടുള്ള കൂട്ടുകെട്ടിൽ നേടിയ വിജയം പാർട്ടിക്ക് ദേശീയ തലത്തിൽ നൽകിയ വല്ലാത്ത സ്വീകാര്യത, ആ സ്വീകാര്യത വലുതാണ് എന്നുള്ളതാണ് ഈ അഖിലേഷ് യാദവ് പറയുന്നത്. അതുകൊണ്ട് സംസ്ഥാന നേതാക്കളെ അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട് UDFിൽ മറ്റുള്ള ഭിന്നിപ്പുണ്ടാക്കാതിരിക്കാൻ. എന്നാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള LDFുമായി സഹകരിക്കുന്നതിൽ പ്രശ്നമില്ല എന്ന് ഇപ്പോൾ അഖിലേഷ് യാദവ് അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് LDFിനോടൊപ്പം നിൽക്കാം സമാജ്വാദി പാർട്ടിക്ക്. അങ്ങനെയുള്ള ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോർമുലയാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. ആ ഫോർമുലയിലാക്കും ഇനി സംസ്ഥാന ഘടകം മുന്നോട്ട് പോവുക. അപ്പോൾ JDSന്റെ വരവിനെ എന്തായാലും ഇപ്പോൾ സ്വാഗതം ചെയ്യും സമാജ്വാദി പാർട്ടി. സമാജ്വാദി പാർട്ടിയുമായിട്ടുള്ള അനൗദ്യോഗികമായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന് മുൻമന്ത്രിയും JDSന്റെ നേതാവുമായിട്ടുള്ള ജോസ് തെറ്റേൽ അടക്കം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സമാജ്വാദി പാർട്ടിയുമായി ലയനം, RJDയുമായി ലയനം, സംസ്ഥാനത്ത് പുതിയ പാർട്ടിയുടെ രൂപീകരണം എന്നിങ്ങനെ 3 വഴികളാണ് ഇപ്പോൾ ഇവരുടെ മുന്നിലുള്ളത്. മന്ത്രിസ്ഥാനം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൽ RJDയുമായി ലയിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് ME ശ്രേയംസ് കുമാറുമായി ഒന്നിച്ചു പോകില്ല. 18-ാം തീയതി നടക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ എന്തായാലും അന്തിമ തീരുമാനം ഉണ്ടാകും. അതിൽ സമാജ്വാദി പാർട്ടിയുമായി ലയിച്ചു മുന്നോട്ട് പോകുവാനുള്ള ഒരു സാധ്യതയായിരിക്കും JDS ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഇടതുമുന്നണിയുടെ ഭാഗമായിട്ട് നിന്ന് മന്ത്രിസ്ഥാനം സംരക്ഷിക്കുവാനുള്ള ഒരു ശ്രമമായിരിക്കും നടത്താൻ പോകുന്നത്. പക്ഷേ ഇതിലെ വിചിത്രവും വിരോധാഭാസവും എന്ന് പറയപ്പെടുന്നത് ഒരേ സമയം എതിർക്കുന്ന പാർട്ടി, അതായത് BJP എതിർക്കുന്ന CPM നയിക്കുന്ന ഇടതുമുന്നണിയുടെ മന്ത്രിയാണ് K കൃഷ്ണൻകുട്ടി. എന്നാൽ അതേ BJP കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ ആ BJPയിലെ മന്ത്രിയാണ് കുമാരസ്വാമി. എന്തൊരു വിരോധാഭാസമാണ്! ഇതൊക്കെ ഉൾക്കൊള്ളുവാനുള്ള കരുത്ത് CPMനല്ലാതെ മറ്റൊരു പാർട്ടിക്കും ഈ രാജ്യത്തുണ്ടാകില്ല. അത്രയ്ക്കും പുഴുത്തുപോയ ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു CPM.